ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പരശുരാമ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്ത് തിരുവല്ലത്തിനടുത്ത് കരമന നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. വൈഷ്ണവ പാരമ്പര്യത്തിന്റെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രവും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമ മഹർഷിയാണ് കേരളത്തിന്റെ ചില ഭാഗങ്ങൾ കടലിൽ നിന്ന് വീണ്ടെടുത്തത്. പരശുരാമൻ തന്റെ കോടാലി കടലിന് കുറുകെ എറിഞ്ഞ് വെള്ളം എത്തുന്നിടത്തോളം താഴ്ന്നു. ഐതിഹാസിക വിവരണം അനുസരിച്ച് ഈ പുതിയ ഭൂപ്രദേശം ഗോകർണം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു. കടലിൽ നിന്ന് ഉയർന്നു വന്ന കരയിൽ ഉപ്പ് നിറഞ്ഞിരുന്നു. അതിനാൽ പരശുരാമൻ പാമ്പരാജാവായ വാസുകിയെ വിളിച്ചു. അവൻ വിശുദ്ധ വിഷം തുപ്പുകയും മണ്ണിനെ ബലഭൂയിഷ്ടമായ പച്ചപ്പുള്ള ഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. ബഹുമാനാർത്ഥം അതിനുശേഷം വാസുകിയെയും എല്ലാ സർപ്പങ്ങളെയും ദേശത്തിന്റെ സംരക്ഷകരായും നിയമിച്ചു. 12 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ അവസാനമായി ക്ഷേത്രം പുതുക്കി പണിതതായി കരുതപ്പെടുന്നു. കേരളത്തിലെ പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രത്തെ സംരക്ഷിത സ്മാരകമായി കണക്കാക്കുന്നു. ശ്രാദ്ധം എന്നും അറിയപ്പെടുന്ന ബലിതർപ്പണത്തിന്, അതായത് പൂർവികർക്കുള്ള ആദരാഞ്ജലി, ശ്രാദ്ധം എന്നും അറിയപ്പെടുന്ന ബലിതർപ്പണത്തിന് പ്രശസ്തമാണ് ഈ ക്ഷേത്രം. കർക്കിടക വാവ് ദിനത്തിൽ ബലിയുടെ ഭാഗമായി പുണ്യജലത്തിൽ സ്നാനം ചെയ്ത ശേഷം പൂർവികരുടെ പരേതരായ ആത്മാക്കൾക്ക് ഭക്തർ പ്രണാമം അർപ്പിക്കുന്നു. ഈ ക്ഷേത്രം ബ്രാഹ്മണർ പ്രധാനമായും പരശുരാമന് വേണ്ടി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. കാരണം അദ്ദേഹം ഈ ഭൂമി അവർക്ക് ദാനമായി നൽകി. ഈ ക്ഷേത്രത്തിന്റെ സമയം രാവിലെ 3:45 മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ്. ഇത്രയുമൊക്കെയാണ് പരശുരാമ ക്ഷേത്രത്തെ കുറിച്ചുള്ള വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്